ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. വഖഫ് സ്വത്തുകളിൽ തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീം കോടതി. വഖഫ് സ്വത്ത് വഖഫ് അല്ലാതാക്കരുത്. തർക്കമുള്ള ഭൂമിയിൽ നടപടിക്കുള്ള കളക്ടറുടെ അധികാരം തടഞ്ഞു. വഖഫ് സമിതികളിൽ നിയമനം പാടില്ല. നിർദ്ദേശം ഇടക്കാല ഉത്തരവിൽ കേന്ദ്രം ഒരാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്നും കോടതി. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഉപരാഷ്ട്രപതി. രാഷ്ട്രപതിയോട് കോടതി ഉത്തരവിടുന്നത് അംഗീകരിക്കാനാവില്ല. ആർട്ടിക്കിൾ 142 ആണവ മിസൈലെന്നും ഉപരാഷ്ട്രപതി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷനിംഗ് മെയ് 2-ന്. പദ്ധതി പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പൂർത്തിയാകുന്നത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി. ചലച്ചിത്ര ചിത്രീകരണ സ്ഥലത്ത് ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയ നടൻ ഷൈൻ ടോം ചാക്കോ. നടിയുടെ പരാതിയിൽ ഷൈൻ ടോം ചാക്കോയോട് അമ്മ സംഘടന വിശദീകരണം തേടി. അന്വേഷിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചു. വിൻസി അലോഷ്യസിന് പിന്തുണയുമായി ചലച്ചിത്ര പ്രവർത്തകർ. ഹോട്ടലിൽ ലഹരി പരിശോധനയ്ക്കിടെ ഇറങ്ങിയോടി ഷൈൻ ടോം ചാക്കോ. നടിയുടെ വെളിപ്പെടുത്തൽ പോലീസും എക്സൈസും അന്വേഷിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. തിരുവനന്തപുരം മുതലപ്പൊഴിയിലെ പൊഴി മുറിക്കാനുള്ള സർക്കാരിന്റെ ശ്രമം വിജയിച്ചില്ല. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം ശക്തമായതോടെ പൊഴി മുറിക്കാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. ഡ്രഡ്ജിംഗ് കാര്യക്ഷമമാക്കാതെ പൊഴി മുറിക്കാൻ അനുവദിക്കില്ലെന്നും നിലപാട്. ഈസ്റ്ററിന് ശേഷം സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. ചർച്ചയ്ക്ക് മന്ത്രി എത്തണം എന്ന് ആവശ്യം. വയലുകൾ ജീവനെടുക്കരുതെന്ന് N പ്രശാന്ത് IAS. ചീഫ് സെക്രട്ടറിയുടെ ഹിയറിംഗിലെ വിശദാംശങ്ങൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. തടഞ്ഞുവെച്ച സ്ഥാനക്കയറ്റം ഉടൻ നൽകണമെന്നാവശ്യം. ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്ന് N പ്രശാന്ത്. ആവശ്യത്തിൽ തീരുമാനമാവാതെ സസ്പെൻഷൻ പിൻവലിക്കേണ്ടെന്നും ഫേസ്ബുക്ക് കുറിപ്പ്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 840 രൂപ വർദ്ധിച്ച് 71,360 രൂപയിലെത്തി. ഗ്രാമിന് 105 രൂപയുടെ വർധന. 1 ഗ്രാമിന്റെ വില 8,920 രൂപ. തൃശൂർ കോട്ടപ്പുറത്ത് ലോറി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. പരിക്കേറ്റത് കോട്ടയം സ്വദേശികളായ സുജിത്ത്, അഖിൽകുമാർ, ടൈസൺ എന്നിവർക്ക്. നിയന്ത്രണം വിട്ട ലോറി വൈദ്യുത തൂണും വീടിന്റെ മതിലും തകർത്തു.